കേന്ദ്രവിരുദ്ധ സമരത്തിന് ഡൽഹിയിൽ പോകാൻ സിപിഐ ബുക്ക് ചെയ്ത പ്രത്യേക ട്രെയിൻ റദ്ദാക്കി. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇക്കാര്യം അറിയിച്ചത്. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലും സമാനമായ അവസ്ഥയിലാണെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. പാർട്ടി മുൻകൂറായി അടച്ച 10 ലക്ഷം രൂപ മടക്കി നൽകി. സെപ്റ്റംബർ 1-ന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാൻ പ്രവർത്തകരെ എത്തിക്കാൻ വേണ്ടിയാണ് 22 ബോഗികളുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്. ബാക്കി പണം സ്വരൂപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് 10 ലക്ഷം രൂപ IRCTCയുടെ ഏജൻസിയിൽ നിന്നും പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചെത്തിയതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ എവിടെയൊക്കെയാണ് എന്നതുൾപ്പെടെ വിവിധ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേയുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ 3 ദിവസമായി ആരും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സ്ഥിതിയായി. 10 ലക്ഷം തിരിച്ചു നൽകിയതല്ലാതെ ട്രെയിൻ റദ്ദാക്കിയതിന്റെ കാരണം ഉൾപ്പെടെ ഒന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേന്ദ്രവിരുദ്ധ സമരം പൊളിക്കാനുള്ള നീക്കമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതുകൊണ്ടൊന്നും CPI പിന്നോട്ടില്ല. സാധ്യമായ എല്ലാ വഴികളിലൂടെയും CPI പ്രവർത്തകർ ഡൽഹിയിലെത്തുമെന്നും ബിനോയ് വിശ്വം അറിയിച്ചു. റെയിൽവേ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ വൈകിട്ട് എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം നിയമന പരീക്ഷകളിൽ സുതാര്യതയും വിശ്വാസ്യതയും ആവശ്യപ്പെട്ട് യുവാക്കൾ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം ലോക് ഭവന് പുറത്തും ജില്ലാ ആസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് പുറത്തും വലിയ പ്രകടനങ്ങൾ ഉൾപ്പെടെ ജൂലൈ 27-ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആഹ്വാനം ചെയ്തിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടക്കുന്ന യുവജന പ്രക്ഷോഭങ്ങളെ കുറിച്ച് ANIയോട് സംസാരിക്കവേ ഈ പ്രസ്ഥാനം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടെന്ന് വിശ്വം പറഞ്ഞു. ഇന്ത്യയിലെ യുവജനങ്ങളുടെ പ്രക്ഷോഭം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ വിശ്വസനീയമായും സുതാര്യമായും നടത്തണമെന്ന ആവശ്യത്തെ ജനാധിപത്യ ശബ്ദങ്ങൾ പിന്തുണയ്ക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും തലയ്ക്കും കാലിനും പരിക്കേറ്റു. പക്ഷേ അവരുടെ പ്രസ്ഥാനം തുടരാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഒരു ഐക്യരാഷ്ട്ര പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ അംഗങ്ങളോടും അനുയായികളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജൂലൈ 27-ന് കേരളത്തിൽ തിരുവനന്തപുരത്തെ ലോക് ഭവന് മുന്നിലും സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും പ്രത്യേകിച്ചും ജില്ലാ ആസ്ഥാനങ്ങളിലും ഗൗരവമേറിയ ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ അവർ ആസൂത്രണം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ലോക്സഭാ ഭവനിലേക്ക് SFI മാർച്ച് നടത്തിയത്. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിജയൻ നീറ്റ് UG പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഒരു മാഫിയ ഉണ്ടെന്നാണ് ആരോപിച്ചത്. ജൂലൈ 20-ന് ഡൽഹിയിൽ പ്രതിഷേധക്കാർക്കെതിരായ ഡൽഹി പോലീസിന്റെ നടപടിയെയും വിമർശിച്ചു. ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ SFI പങ്കെടുത്തതിന് വിജയൻ പറഞ്ഞു, ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിൽ SFI സജീവ പങ്ക് വഹിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വഞ്ചന, ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ എന്നിവ നടന്നിട്ടുണ്ട്. 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയാണ് നീറ്റ്. വളരെയധികം കഠിനാധ്വാനം ചെയ്താണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. നീറ്റ് പരീക്ഷ തട്ടിപ്പിന് പിന്നിൽ ഒരു മാഫിയയുണ്ട്. എന്തുകൊണ്ടോ തട്ടിപ്പിന് നേതൃത്വം നൽകിയ കുറ്റവാളികളുടെ പേരുകളും വിവരങ്ങളും പരസ്യമാക്കിയിട്ടില്ല. സാധാരണയായി ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സംഭവമാണിത്. ഡൽഹി പോലീസ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമെതിരെ കർശന നടപടി സ്വീകരിച്ചു. അത്തരം തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണ്. കൂടാതെ കേരള കോൺഗ്രസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വിജയൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി UDF സർക്കാർ പിന്നോട്ടടിച്ചതായി ആരോപിച്ചു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ CJP പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു. അതേസമയം നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചു. രാജ്യത്തിനാകെ മാതൃകയായി മാറിയ ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളം നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ആ പുരോഗതി പിന്നോട്ടടിക്കാനും പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.